നീ നിന്റെ വളർത്തമ്മയും ആ വളർത്തമ്മയുടെ വളർത്തമ്മയും കണ്ട് ഞെളിയണ്ട. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന നേരത്ത് എന്റെ കണ്ണ് വെട്ടി ചിവക്ക് വല്ലതും കൊടുക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. ഞാനതിന് അനുവദിക്കത്തുമില്ല. ഞാനൊന്നും കഴിക്കില്ല. തന്നെയല്ല, 2 ദിവസം പട്ടിണി കിടന്നാലേ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ചുനാള് ഡയറ്റ് എടുക്കണമെന്ന് എനിക്കൊരു മോഹം ഉണ്ടായിരുന്നു. ഇതോടെ അത് നടപ്പാക്കാലോ. അവളുടെ ഒരു ഡയറ്റ് ചില്ലറ അഹങ്കാരം വല്ലതുമാണോ നീ ഇതിനകത്ത് കാണിച്ചു കൂട്ടുന്നത്? അഹങ്കാരം കാട്ടിക്കൂട്ടുന്ന നീയാ. എത്ര വരെ വരുമെന്ന് നോക്കി ഞാനും അങ്ങ് ക്ഷമിച്ചു. ഒരു ദിവസം എന്റെ ക്ഷമ കെടും. അന്ന് നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ചു പുറത്താക്കും. മൂത്തവനെ നിന്നെയും കൈമളിയേട്ടൻ ലാളിച്ച് വഷളാക്കിയതാ. എനിക്കതറിയാം. പക്ഷേ എന്റെ മുമ്പിൽ അത് ചെലവാവില്ല. പോട്ടെ മുത്തശ്ശി. ഞാൻ പട്ടിണിക്കിരിക്കുന്നോണ്ടാണല്ലോ മുത്തശ്ശിക്കും അമ്മയ്ക്കും ഈ സങ്കടം. എന്നെ പട്ടിണിക്കിരുത്തിയ ഇവർക്കേ ഞാനൊരു 8ന്റെ പണി കൊടുക്കാൻ പോവാ. ഇതാരേ ഇപ്പൊ? ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിരുന്നോ? പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരി. ഹായ്. ഇതെന്താ ഇത്? ഇത് ചിക്കൻ ബിരിയാണി. ഇതെന്തിനാ? കഴിക്കാൻ. അതൊന്നും പറ്റില്ല. ഞാൻ ഈ ചിക്കൻ ബിരിയാണിയും അതിലുള്ള ചിക്കൻ കാലും ഒക്കെ കടിച്ചോടിച്ച് മടമടാന്ന് തിന്നാൻ പോവാ. ഞാനിത് കഴിക്കുമ്പോ നോക്കി നിന്ന് വായിൽ വെള്ളം ഊരരുത്. നീ എന്താ അഹങ്കാരം കാണിക്കുന്നേ? നിന്നോട് പച്ചവെള്ളം പോലും കുടിച്ചു പോവരുതെന്ന് അവൻ പറഞ്ഞിട്ട് പോയതല്ലേ? ഈ വീട്ടിൽ നിന്നും അപ്പുറത്തെ വീട്ടിൽ നിന്നും പച്ചവെള്ളം പോലും കുടിച്ചു പോരുതെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കരുതെന്ന് നിങ്ങളുടെ അവൻ പറഞ്ഞിട്ടില്ല. നോക്കി നിൽക്കാതൊന്ന് മാറി നിൽക്കാവോ? ആഹാരം പോലും കഴിപ്പിക്കാത്തൊരു അമ്മായിയമ്മ. മോളെ നന്ദിനി, ദേ ഗിരീഷ് വന്നിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. അമ്മ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാണോ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിന്നെ നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുക. അതിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോ ഇറങ്ങി. എന്താ ഇത്? ഇത് ഞാൻ വർക്ക് ചെയ്ത ചില ഇന്റീരിയർ ഡിസൈൻസിന്റെ ഫോട്ടോസും വീഡിയോസും കാണിക്കാനാ. ഇത് വളരെ നല്ലതാ. ഇത് ഞാൻ കൊച്ചിയിൽ ചെയ്തൊരു വർക്കാ. ഇത് കോമളം ഹോട്ടലിന് വേണ്ടി ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തതാ. കൊള്ളാം. എനിക്ക് രാജലക്ഷ്മിയും നന്ദിനിയും പോലെ ആർട്ടിനെ കുറിച്ച് അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല. കണ്ടു ഞാൻ ആസ്വദിക്കാം.
ആ ഞാൻ വന്നതേ പ്രധാനമായി മറ്റൊരു കാര്യത്തിനാ. എന്താ ഗിരീഷേ? നമ്മുടെ കമ്പനിക്ക് വേണ്ടി ചില പുതിയ മെറ്റീരിയൽസും കൂടി എടുക്കണം. ഇനി ഇങ്ങനത്തെ കാര്യങ്ങള് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. അതിനെന്താ, ഗിരീഷിനങ്ങ് എടുത്തൂടെ? പോരാ, നന്ദിനിയും കൂടി എന്നോടൊപ്പം അയക്കാവോ? അതിനെന്താ, നന്ദിനി കൂടെ വരും. എന്താ മോളെ, നിനക്ക് പൊയ്ക്കൂടെ? ആ ഞാൻ പോവാമ്മേ. ആ, ആ എന്നാ പിന്നെ വേഗം തയ്യാറായിക്കോളൂ. ദാ. വേഗം കൊണ്ടൊന്ന് വിടാ. ഓ എന്താ മോനെ, നിനക്ക് വല്ലാത്തൊരു മനോക്ഷമോടുള്ള തോന്നല്ലോ. എന്താ മിണ്ടാത്തത്? എൻ്റെ മനഃശാസ്ത്രം എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന അച്ഛനോട് എൻ്റെ മനസ്സിൽ എന്താണ് അസ്വസ്ഥതയെന്ന് ഞാൻ പറഞ്ഞു തരണോ? മനസ്സിന്റെ പ്രശ്നങ്ങൾ പലതും അവരവർ തന്നെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും അത് പരിഹരിക്കുകയും വേണം. അവരെവിടെ? ആ ഗിരീഷിനെ കുറിച്ചും നന്ദിനിയെ കുറിച്ചും ആയിരിക്കും നീ ചോദിക്കുന്നത്. എന്തോ മെറ്റീരിയൽസ് വാങ്ങാനുണ്ട്. അതിന് ഗിരീഷിന്റെ കൂടെ നന്ദിനി ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. എൻ്റെ ഭാര്യയെ മറ്റൊരാൾക്കൊപ്പം പറഞ്ഞുവിടാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു? ഭാര്യയോ? ഏത് വകയിൽ? എന്റെ മകനായ നിന്നെ ഞാൻ വേദനിപ്പിച്ചാൽ നിന്നേക്കാൾ ഏറെ വേദനിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. കുറെ നാളത്തേക്ക് എനിക്ക് ഉറക്കവും നഷ്ടപ്പെടും. അല്ലെങ്കിൽ തന്നെ നിന്നെ ഓർത്ത് ഞെട്ടിയുണരുന്ന പാതിരാത്രികളാ 19 കൊല്ലമായി എനിക്കുള്ളത്. നീ കാരണം എന്നേ എന്റെ സമാധാനം നഷ്ടപ്പെട്ടതാ. അച്ഛാ, വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പലതും നിന്റെ കഷ്ടകാലത്ത് സംഭവിച്ചതാവാം. മനുഷ്യരാരും യേശുക്രിസ്തുവിനെ പോലെ വിശുദ്ധനല്ലല്ലോ. നന്ദിനിമോളെന്ന് പറഞ്ഞാൽ രാജലക്ഷ്മിയുടെ എന്റെയും മകളെക്കുറിച്ച് നീ പറഞ്ഞപ്പോ എനിക്ക് അങ്ങൊരു മറുപടി പറയേണ്ടി വന്നതാ. എന്താ, നേരല്ലേ? എന്നു മുതലാ നീ നന്ദിനിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? മറുപടി പറയാൻ നീ വാക്കിന് വേണ്ടി പരതുകയാണെന്ന് എനിക്കറിയാം. കഴുത്തിൽ താലി കെട്ടിപ്പോ നീ നന്ദിനിക്ക് കൊടുത്തൊരു വാക്കുണ്ട്. ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ ഭർത്താവായി കൂടെ ഉണ്ടാവുമെന്ന്. വാക്കു പറയാൻ വേണ്ടി മാത്രമല്ല, അത് പാലിക്കാൻ വേണ്ടിയുള്ളതാ. നിന്റെ അമ്മയോട് ഞാൻ നിന്നെക്കുറിച്ച് ന്യായീകരിച്ച് സംസാരിക്കുമ്പോൾ നിന്റെ അമ്മ എന്റെ മുമ്പിൽ നിരത്തുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഞാൻ നിന്ന് വിഷമിച്ചിട്ടുണ്ട്. അവൻ ഉപേക്ഷിച്ചു പോയത് സാധാരണ ഒരു പെൺകുട്ടിയല്ല, ആളും പേരുമില്ലാതെ അനാഥാരത്ത് പെടുന്ന ഒരുവളെയാണ്. എന്റെ മകന് വേണ്ടി ജീവിതം സമർപ്പിച്ച അവളെ ഞാനിവിടെ നിറക്കിവിട്ടാൽ അവൾ പോകുന്നത് തെരുവിലേക്കായിരിക്കും. അതുകൊണ്ട് സനാഥനായ മകനെ ഉപേക്ഷിച്ച് അനാഥയായ മരുമകളെ എന്റെ സ്വന്തം മകളായി ദത്തെടുക്കുന്നുവെന്ന്. എന്താ, അതിൽ തെറ്റുണ്ടോ? നിന്റെ അമ്മയുടെ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ വെറും പുൽക്കൊടിയായി നിന്നുപോയി. ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയുടെ മനസ്സ് ഒരു ശ്രീകോവിലാണെന്ന് അന്ന് ഞാൻ കരുതി. ദൈവം വിളങ്ങുന്ന ശ്രീകോവിൽ. അമ്മ നിന്നെ അവഗണിക്കുന്നതിന് ഞാൻ എന്തു മറുപടിയാ പറയാ? അച്ഛാ, നന്ദിനിയുടെ കാര്യത്തിൽ നീ പോസിറ്റീവാകുന്നതിൽ അച്ഛന് വലിയ സന്തോഷമേ ഉള്ളൂ മോനെ. നീ ഇപ്പോൾ അവളെ നിന്റെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് നീ അറിയേണ്ടത് അവളുടെ മനസ്സിൽ നിനക്കിടമുണ്ടോ എന്നാണ്. നിന്നെ ഇനിയും പരിഗണിക്കണോ അവഗണിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നന്ദിനിക്ക് മാത്രമാണ്. മറ്റാർക്കും അതിനൊന്നും ചെയ്യാൻ കഴിയില്ല.
സാവിത്രി, രസകരമായ ചില സംഭവ പരമ്പരകൾ ഇവിടെ അരങ്ങേറുക. അതൊന്ന് പറയാനാ ഞാനിപ്പോ ഇന്ദ്രജയെ വിളിച്ചത്. രസകരമായ കാര്യങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും ഞാനിവിടെ കാതോർത്തിരിക്കുകയല്ലേ. സാവിത്രി എന്താന്ന് വെച്ചാ വേഗം ഇങ്ങ് പറ. പരോളിന് വന്ന് ഇവിടെ പമ്മി കഴിയുന്ന ഏകാന്ത കാമുകന്റെ ചില കാര്യങ്ങൾ പറയാനാ ഉള്ളത്. അയാളിപ്പോ വല്ലാത്ത പൊസസീവില്. പോസസീവ് ആണെന്നോ? ആ, ആരുടെ കാര്യത്തിൽ? അത് പിന്നെ പറയാനുണ്ടോ? നമ്മുടെ കഥാനായികയുടെ കാര്യത്തിൽ തന്നെ. കഥാനായികയ്ക്ക് പുതിയൊരു കഥാനായകൻ കൂടി വന്നിട്ടുണ്ട്. അതാരാ? കുട്ടിക്കാലത്തെ ഒരു കളിത്തോഴനാണത്രേ. പണ്ട് മണ്ണപ്പൻ ചുട്ടും ശീമക്കൊന്നയുടെ ഇല പറിച്ചും കറി വെച്ച് കളിച്ചും നടന്നവര്. കുറെ കാലത്തിന് ശേഷം ഇപ്പോഴാണത്രേ കണ്ടുമുട്ടുന്നത്. സംഗതി കൊള്ളാലോ. ഒരു പൈങ്കിളി കഥ പോലെ വളരെ റൊമാൻറ്റിക് ആണല്ലോ. അവനിപ്പോ വലിയ കോടീശ്വരനായ ബിസിനസ്സുകാരനാ. അവന്റെ ബിസിനസ്സിൽ മ്യൂറൽ പെയിന്റിംഗും കൂടി ഉൾപ്പെടുത്തി ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാ ഇവരുടെ പദ്ധതി. അല്ല, അവന്റെ ബിസിനസ് എന്താ? അവന് വലിയൊരു ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയുണ്ട്. അതിലിവിടുത്തെ മ്യൂറൽ പെയിന്റിംഗും കൂടി കൂട്ടിച്ചേർത്ത് സംഗതി ഒന്ന് പരിഷ്കരിക്കും. ആ, അത് കൊള്ളാം. പഴയ കളിത്തോടൻ രംഗപ്രവേശം ചെയ്തതോടെ ജയരാമ കാമുകൻ മൊത്തത്തിൽ ഔട്ടാകുന്ന ലക്ഷണമാ കാണുന്നത്. ഔട്ടാവണം സാവിത്രി. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ സംഭവിക്കണം. നിഷ്കളങ്കയും ശുദ്ധപാവവുമായ എന്റെ മാധുരിയെ നീചമായി കൊന്നുകളഞ്ഞ ദുഷ്ടനാവൻ. മാധുരി നിഷ്കളങ്കയും പാവൊന്നുമല്ല. അവളൊരു മാരക വിഷമായിരുന്നു. അവക്ക് അർഹിച്ച ശിക്ഷ കിട്ടുകയും ചെയ്തു. അക്കാര്യം പറഞ്ഞ് ഞാൻ ഇവളുമായിട്ടൊരു വഴക്കിനില്ല. ഇവളെ കൂടെ നിർത്തേണ്ടത് എന്റെ ആവശ്യം. ഹലോ ഹലോ. അവൻ അനുഭവിക്കണം. അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് ഈ നന്ദിനിയാ. പ്രേരണാ കുറ്റം. അതുകൊണ്ട് ആദ്യം ശിക്ഷിക്കപ്പെടേണ്ടത് അവളാ. അതെ, അവള് ജയരാമ കാമുകനെ പുറംകാലിന് തൊഴിച്ചുകൊണ്ട് ഇന്റീരിയർ ഡിസൈനറുടെ കൂടെ പുറകെ പോയിരിക്കുക. ആ സത്യം. ഏതോ മെറ്റീരിയൽസ് വാങ്ങാനാ രണ്ടുപേരും കൂടെ പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവളെ തീർക്കാൻ നല്ലൊരു അവസരമാണല്ലോ കിട്ടിയിരിക്കുന്നത്. അവള് എങ്ങോട്ട് പോയിരിക്കുന്നെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. വല്ല ഇരുമ്പ് കടയിലോ പെയിന്റ് കടയിലോ കാണും. എങ്കിൽ എന്റെ നായാട്ടുകാരെ 4-5 പേരെ ഞാൻ അങ്ങോട്ട് വിടാം. സാവിത്രി ഒന്ന് ഫോൺ വെച്ചേ. നമുക്കിങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനേ പറ്റൂ. ആ, കൃത്യം അവള് ചെയ്യട്ടെ. ഹലോ. മുഷിഞ്ഞോ? ഏയ് ഇല്ല.
മെറ്റീരിയൽസ് വാങ്ങാൻ മാത്രമല്ല ഞാൻ നന്ദിനിയെ കൂടെ കൂട്ടിയത്. അനാഥാലയത്തിൽ വളർന്നതാണെങ്കിലും ഒത്തിരി നല്ല ഓർമ്മകൾ ഉള്ളവരല്ലേ നമ്മൾ രണ്ടുപേരും. ഓർക്കാൻ ഇഷ്ടമുള്ള പഴയ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യുന്നത് ഒരു സന്തോഷമല്ലേ? ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഭാഗ്യമുള്ളവരാ. ഏത് നഷ്ടതകളിൽ കൂടി കടന്നു പോയവരാണെങ്കിലും ഒടുവിൽ ഇവിടെ വന്നെത്തിയില്ലേ? അതെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ആരൊക്കെയോ അയച്ചു. അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചു. അതെ, ശരിയാ. എത്ര പേരോട് കടപ്പെട്ടതാ നമ്മുടെ ഈ ജീവിതം. അല്പം തത്വചിന്ത കലർത്തി പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതവും അങ്ങനെ തന്നെയാ. ഒരമ്മ നമ്മളെ പ്രസവിക്കുന്നു, ഒരച്ഛൻ നമ്മളെ വളർത്തുന്നു, ആരൊക്കെയോ നമ്മളെ പഠിപ്പിക്കുന്നു, ആരൊക്കെയോ നമുക്ക് ജോലി തരുന്നു, ഒരു ജീവിത പങ്കാളി വന്നു ചേരുന്നു. ഒടുവിൽ മരിക്കുമ്പോൾ ആരൊക്കെയോ കൂടി നമ്മുടെ മൃതദേഹം മറവ് ചെയ്യുന്നു. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒക്കില്ല. നന്ദിനി, 1 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. നന്ദിനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം വാങ്ങാനാ ഞാൻ ഈ കടയിൽ കയറിയത്. എന്താ ഗിരി? ദേ നോക്ക് നോക്ക്. തേൻമിഠായി. അതെ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നില്ലേ തേൻമുട്ടായികൾ? ഇതൊക്കെ എങ്ങനെ കൃത്യമായി ഗിരി ഓർത്തു വെച്ചിരിക്കുന്നത്? ഞാനങ്ങനെ പഴയതെല്ലാം ഓർത്തിരിക്കാറില്ല നന്ദിനി. എന്നാ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവാത്ത ചില പ്രിയപ്പെട്ട മനുഷ്യരുടെ മുഖമുണ്ട് മനസ്സിൽ. കാലം എത്ര കഴിഞ്ഞാലും അവരെ മനസ്സിൽ നിന്ന് മാച്ചു കളയാൻ ഒക്കില്ല. കഴിക്ക്. എങ്ങനെയുണ്ട്? പാവാടയും നീല ജാക്കറ്റോട്ട് ഒരു മെലിഞ്ഞ പെൺകുട്ടിയുടെ ചിത്രം ഇപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. നന്ദിനിയുടെ ഫാമിലി ലൈഫിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായി അറിയണമെന്നുണ്ട്. പ്ലീസ് ഗിരി, അത്തരം ചോദ്യങ്ങളൊന്നും തൽക്കാലം എന്നോട് ചോദിക്കണ്ട. സോറി, വേദനിപ്പിച്ചെങ്കിൽ മാപ്പ്. ഗിരിയുടെ കുടുംബം വിശദമായിട്ട് പറയാം.
നന്ദിനി, ഒരു 5 മിനിറ്റ് നമുക്ക് ഈ തണലിൽ നിന്ന് സംസാരിക്കാം.